27th second shift question number 18. Okay. Question this question is from what conic sections. Okay. So let E1 be the eccentricity of the hyperbola. Okay. The hyperbola shade. Okay. E2 be the eccentricity of the ellipse which passes through the foci of the hyperbola. That is important. Foci of the hyperbola. If E1 into E2 is equal to 1, okay, then the length of chord of ellipse parallel to x-axis and passing through 0,2. Then, so നമുക്ക് ആദ്യം എന്താക്കാം ഈ പറഞ്ഞ സംഭവങ്ങളുടെ ഒരു റഫ് സ്കെച്ച് വരച്ചു നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ദിസ് ഇസ് വാട്ട് x-axis ആൻഡ് ദിസ് ഇസ് y-axis ആൻഡ് ഹൈപ്പർബോള ഇവിടെ ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് ഹൈപ്പർബോള. ഓക്കെ, ആൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തുണ്ട്, നമുക്ക് അടുത്തത് എന്തുണ്ട് മക്കളെ, എലിപ്സ് ഉണ്ട്. ഓക്കെ, എലിപ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക. അപ്പൊ ഈ എലിപ്സിന്റെ പ്രത്യേകത എന്താ? എലിപ്സ് പാസസ് ത്രൂ ദ ഫോക്കസ് ഓഫ് ദി ഹൈപ്പർബോളയാണ്. ഓക്കെ, ഞാൻ വരച്ച് കൊളാക്കിയതാണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എലിപ്സ് ഞാൻ ഒന്നും കൂടി മാറ്റി വരക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഈ എലിപ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിപ്സ് പാസസ് ത്രൂ ദി ഫോക്കസ് ഓഫ് ദി ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോളയുടെ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഓക്കെ അല്ലെ? സോ ഹൈപ്പർബോളയുടെ ഫോക്കസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താക്കാണ് ഇവിടെ പ്ലസ് ഓർ മൈനസ്. ഓക്കെ, എനിവേ ഇതിലൂടെ പാസ് ചെയ്യുന്നത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് തന്ന കണ്ടീഷൻസ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. നമുക്ക് പിന്നെ ഫൈനലി കണ്ടുപിടിക്കേണ്ട എന്താണ്? ലെങ്ത് ഓഫ് കോഡ് ഓഫ് ദ എലിപ്സ് പാരലൽ ടു എക്സ് ആക്സിസ് ആൻഡ് പാസിംഗ് ത്രൂ 0,2. അപ്പൊ 0,2 പാസ് ചെയ്യുന്ന ഓക്കെ എക്സ് ആക്സിന് പാരലൽ ആയിട്ടുള്ള ഈ കോഡിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ എലിപ്സിന്റെ ഇക്വേഷൻ എന്താക്കണം മക്കളെ? കംപ്ലീറ്റ് ആക്കണം. ഇക്വേഷൻ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എ സ്ക്വയറിന്റെയും അതേപോലെ തന്നെ ബി സ്ക്വയറിന്റെയും വാല്യൂസ് നമ്മൾ ആദ്യം എന്താക്കണം? കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ബാക്കി സംഭവങ്ങൾ ഇവിടെ എന്താക്കിയിരിക്കുന്നത്, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, റെഡി? സോ ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ്? ഓക്കെ, റെഡി. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഓരോ കണ്ടീഷൻസ് നോക്കാം. നമുക്ക് ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലിസൺ. ഒന്നാമത് E1 be the eccentricity of the hyperbola. Okay, അപ്പൊ ഹൈപ്പർബോളന്റെ എക്സെൻട്രിസിറ്റി ആണ്. അപ്പൊ x² ഡിവൈഡ് ബൈ 16 മൈനസ് y² ഡിവൈഡ് ബൈ 9 ഇസ് ഈക്വൽ ടു 1 അല്ലെ? മക്കൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ a² ഇസ് ഈക്വൽ ടു നമുക്ക് 16 എന്നും b² ഇസ് ഈക്വൽ ടു വാട്ട് 9 എന്നും പറയാം ഈ കേസ്. ഓക്കെ അല്ലെ? അതായത് a² b² കുറച്ച് കഴിഞ്ഞാൽ എന്തിനും വരുന്നുണ്ട്, എലിപ്സിലും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കൺഫ്യൂഷൻ വരും. അപ്പൊ ഞാൻ തൽക്കാലം എന്ത് ചെയ്യാം, ഇവിടെ a' എന്ന് കൊടുക്കാം. ഓക്കെ, എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ a1² എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ a1² ഇസ് ഈക്വൽ ടു 16, അതേപോലെ തന്നെ b1² ഇസ് ഈക്വൽ ടു വാട്ട് 9. ഓക്കെ, അപ്പൊ അവിടുന്ന് എക്സെൻട്രിസിറ്റി കിട്ടും. എന്താണ് എക്സെൻട്രിസിറ്റി ഓഫ് വാട്ട് എലിപ്സ് അല്ലെങ്കിൽ ഹൈപ്പർബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് സിംപ്ലി വാട്ട് ഇസ് ദാറ്റ് 1 പ്ലസ് a² ഡിവൈഡ് ബൈ b² ആണ്. അപ്പൊ ഇവിടെ a1² ഡിവൈഡ് ബൈ b1² എന്ന് വരും. ഓക്കെ അല്ലെ? That means square root of 1 plus a1² എന്ന് പറയുമ്പോൾ എന്താണ് 16 ആണ് ഡിവൈഡ് ബൈ 9 ചെയ്ത് കഴിഞ്ഞാൽ E is equal to what is that? E is equal to 5 ഡിവൈഡ് ബൈ 4 എന്നാണ് വന്നിരിക്കുന്നത്. തൽക്കാലം നമുക്ക് എന്താക്കാം, ഇവിടെ അവനെ വെക്കാം. ഓക്കെ, ഇതിനടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഇസ് ദാറ്റ്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എലിപ്സ് passes through what is that? Focus of the ellipse ഹൈപ്പർബോള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോക്കസ് കണ്ടുപിടിക്കാം അല്ലെ? വി നോ എ ഇ ഈസ് ഈക്വൽ ടു വാട്ട് സി. ഓക്കെ അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സി ആണ് നമുക്ക് എന്താക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലെ? സോ a1 അല്ലെങ്കിൽ a1² ഇസ് ഈക്വൽ ടു വാട്ട് c1. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ c1 ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ c1 എന്ന് പറയുമ്പോൾ a1 അല്ലെ? അപ്പൊ a1² എന്ന് പറയുന്ന സാധനം 16 ആണെങ്കിൽ c1 എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി a1 എന്ന് പറയുമ്പോൾ എന്താണ് 4 ആണ് ഇൻറ്റു 5 ഡിവൈഡ് ബൈ 4 അല്ല. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി c1 ഇസ് ഈക്വൽ ടു എന്താണ് 5. ഓക്കെ അല്ലെ? അപ്പൊ c1 ഇസ് ഈക്വൽ ടു 5 ആണെങ്കിൽ ഫോസൈ നമുക്ക് എന്ത് പറയാം? ഫോസൈ എന്ന് പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് 5,0 അല്ലെ? അഥവാ ഇവിടെ നമുക്ക് ഒരു -5,0 ഉണ്ടാവും അല്ലെ? അതേപോലെ ഇവിടെ എന്താണ് പ്ലസ് 5,0 ഉണ്ടാവും. ഓക്കെ, അപ്പൊ എനിവേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ എലിപ്സ് എന്താവുന്നുണ്ട് കുഞ്ഞുങ്ങളെ? എലിപ്സ് എന്താവുന്നുണ്ട്? ഈ പറഞ്ഞ ഫോക്കസിലൂടെ എന്താവുന്നുണ്ട്? അവൻ പാസ് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞ അല്ലെ? അപ്പൊ അഥവാ ശ്രദ്ധിക്കുക, അഥവാ ഈ എലിപ്സിന്റെ ഇക്വേഷൻ x² ഡിവൈഡ് ബൈ a² അല്ലെ പ്ലസ് y² ഡിവൈഡ് ബൈ b² ഇസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ്. അപ്പൊ ദാറ്റ് ഇക്വേഷൻ മസ്റ്റ് സാറ്റിസ്ഫൈ ദിസ് പർട്ടിക്കുലർ പോയിന്റ്. ഓക്കെ അല്ലെ? സോ അപ്പൊ 5 ഞാൻ ഇട്ട് കൊടുത്തു, 5,0 ഇട്ട് കൊടുത്താലും -5,0 ഇട്ട് കൊടുത്താലും ഒരേപോലെ നമുക്ക് കിട്ടാം. ഓക്കെ, 5,0 ഇട്ട് കൊടുത്താൽ നമുക്ക് 25 ഡിവൈഡ് ബൈ a² അല്ലെ? പ്ലസ് y എന്താണ് 0 ആണ്. അപ്പൊ 0 ആയിട്ട് ബൈ ഇസ് ഈക്വൽ ടു 1. അപ്പൊ a² ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 25 എന്ന് കിട്ടി.
ഓക്കെ, അതവിടെ കിടക്കട്ടെ. നമുക്ക് E1 E2 ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞിട്ടുണ്ട്? അടുത്ത കണ്ടീഷൻ E1 E2 ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അപ്പൊ E2 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ E അല്ലെ, അഥവാ 1 ഡിവൈഡ് ബൈ 5/4 അഥവാ നമുക്ക് എന്ത് കിട്ടി? 4 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടി. ഓക്കെ അല്ലെ, 4 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടി. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം മക്കളെ? ബി കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി അല്ലെ E2 അല്ലെ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് വാട്ട് 1 മൈനസ് a സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ്? b സ്ക്വയർ ആണ്. ഓക്കെ, am I correct? സോറി, b സ്ക്വയർ ഡിവൈഡഡ് ബൈ a സ്ക്വയർ ആണ് അല്ലെ, കറക്റ്റ് അല്ലെ? യെസ്, b സ്ക്വയർ ഡിവൈഡ് ബൈ a സ്ക്വയർ ആണ്. യെസ്, കറക്റ്റ്. ലിസൺ, ഓർ എൽസ് രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ E2 സ്ക്വയർ ഇസ് ഈക്വൽ ടു വാട്ട്? സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് b സ്ക്വയർ ബൈ a സ്ക്വയർ. അപ്പൊ E2 എന്ന് പറയുമ്പോൾ 4/5 ആണ്. അപ്പൊ E2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ഡിവൈഡ് ബൈ 25 അല്ലെ, ഈസ് ഈക്വൽ ടു 1 മൈനസ് b സ്ക്വയർ ഡിവൈഡ് ബൈ a സ്ക്വയർ. a എന്ന് പറഞ്ഞ സാധനം എന്താണ്? അല്ലെങ്കിൽ a സ്ക്വയർ എന്താണ്? 25 ആണ്. ഓക്കെ, സോ നമുക്കത് സിംപ്ലിഫൈ ചെയ്താൽ 16 ഡിവൈഡ് ബൈ 25 അല്ലെ, ഈസ് ഈക്വൽ ടു 25 മൈനസ് b സ്ക്വയർ ഡിവൈഡ് ബൈ 25. രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് പോയി b സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് കിട്ടി. ഓക്കെ അല്ലെ, ഇപ്പൊ b സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 വൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് ദി എന്തായി? എലിപ്സ് ആയി അല്ലെ മക്കളെ. എന്തായി ഇവിടെ ഇക്വേഷൻ ഓഫ് എലിപ്സ്? ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 25 അല്ലെ, പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 9 അല്ലെ, ഈസ് ഈക്വൽ ടു വാട്ട്? 1 എന്ന് കിട്ടി. ഓക്കെ അല്ലെ, എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 25 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 9 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ഓഫ് ദി എലിപ്സ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ലെങ്ത് ഓഫ് കോഡ് ആണ്. ഓക്കെ, ലെങ്ത് ഓഫ് കോഡ് അല്ലെ. അപ്പൊ ആ കോഡിന്റെ പ്രത്യേകത എന്താ മക്കളെ? കോഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 0,2 എന്താവുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ, 0,2 പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 0,2 പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ ആൻഡ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ് അല്ലെ. 0,2 പാസ് ചെയ്യുന്നു, അപ്പൊ പാരലൽ ടു എക്സ് ആക്സിസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ നമുക്ക് വേഗം ഡയറക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ y is equal to a ഫോം ആണ് അല്ലെ. സോ ഇവിടെ 0,2 പാസ് ചെയ്യുന്ന പാരലൽ ടു എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ഈ കോഡിന്റെ ഇക്വേഷൻ നമുക്ക് വേഗം ഉണ്ടാക്കി എടുക്കാം. ഓക്കെ അല്ലെ, വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് സിംപ്ലി y is equal to 2 ആണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ഈ y is equal to 2 എന്ന് പറഞ്ഞ ദിസ് പെർട്ടിക്കുലർ ലൈന് നമ്മുടെ ഈ എലിപ്സിനെ ടച്ച് ചെയ്യുന്ന ഈ രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. കോർഡിനേറ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ എക്സ് കോർഡിനേറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബിക്കോസ് വൈ കോർഡിനേറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ആണ്. വാട്ട് ഇസ് ദാറ്റ്? ഇറ്റ് ഈസ് 2 ആണ് വൈ കോർഡിനേറ്റ്. ഓക്കെ അല്ലെ, കാരണം ഇതേ സംഭവം തന്നെ ആയിരിക്കും. അപ്പൊ അതിന് എക്സ് കോർഡിനേറ്റ് നമ്മൾ എന്താക്കിയാൽ മതി? കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് ഇത് രണ്ടുപേരും സോൾവ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? കമോൺ പറയൂ. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 25 അല്ലെ, പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 4 ഡിവൈഡ് ബൈ 9 അല്ലെ. കാരണം വൈക്ക് നമ്മൾ 2 ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുപേരും നമ്മൾ എന്താക്കാണ് മക്കളെ? സോൾവ് ചെയ്യണം. ഇത് രണ്ടോട് സോൾവ് ചെയ്യുന്ന സമയത്ത് വൈക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് എന്നിട്ട് കൊടുക്കും? 2 ഇട്ട് കൊടുക്കും. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ, 4/9 അല്ലെ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, സോ വാട്ട് ഇസ് ദാറ്റ്? എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 25 ഈസ് ഈക്വൽ ടു 1 മൈനസ് 4/9 അല്ലെ. എന്താ മക്കളെ? 1 മൈനസ് 4/9 എന്ന് പറഞ്ഞാൽ 9 മൈനസ് 4 വാട്ട് ഇസ് ദാറ്റ്? 5 ഡിവൈഡ് ബൈ 9 എന്ന് വരും. ഓക്കെ അല്ലെ, 5 ഡിവൈഡ് ബൈ 9 എന്ന് വരും. ഓക്കെ, സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 9 എന്ന് വരും അല്ലെ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 5 റൂട്ട് 5 ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഓക്കെ അല്ലെ, സോ ദാറ്റ് മീൻസ് മക്കളെ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക എന്താണ്? 5 റൂട്ട് 5 ഡിവൈഡ് ബൈ 2 കോമ വൈ കോർഡിനേറ്റ് 9 2 അല്ലെ. ഇനി ഇതിന്റെ ആണെങ്കിലോ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് 5 റൂട്ട് 5 ഡിവൈഡ് ബൈ 2 ഇതെന്താണ്? ഇത് +2 തന്നെ. ഓക്കെ, അപ്പൊ എനിവേ ശ്രദ്ധിക്കാം. നമുക്ക് ഇനി എന്താ വേണ്ടത്? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ ലെങ്ത് ഓഫ് കോഡായി അല്ലെ. വാട്ട് ഇസ് ദാറ്റ്? ബൈ 2 ഉണ്ടോ? ബൈ 2 അല്ല, ബൈ 3. അപ്പൊ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ എന്തായി? ലെങ്ത് ഓഫ് കോഡായി. ഈ ഡിസ്റ്റൻസ് നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കാരണം ഇത് പാരലൽ ലൈൻ ആണ് അല്ലെ. ദാറ്റ് മീൻസ് ആ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ലെങ്ത് ഓഫ് കോഡ് കിട്ടി. ലെങ്ത് ഓഫ് കോഡ്. ഓക്കെ, length of chord is equal to square root of. Okay, length of chord is equal to square root of 5 minus root 5 അല്ലെങ്കിൽ സിംപ്ലി സ്ക്വയർ റൂട്ട് ഒന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. കാരണം വൈ കോഡിന് രണ്ടിനും സെയിം ആണ്. ഡയറക്റ്റ് പറയാം. ഇത് എക്സ് കോഡിന് നമ്മൾ എന്താക്കിയാൽ മതി? നമ്മൾ ഡിഫറൻസ് എടുത്താൽ മതി. സോ 5 റൂട്ട് 5/3 അല്ലെ. 5 റൂട്ട് 5 ഡിവൈഡ് ബൈ 3 മൈനസ് 5 റൂട്ട് 5 ഡിവൈഡ് ബൈ 3. ഓക്കെ അല്ലെ. സോ വാട്ട് ഇസ് ദാറ്റ്? 2 ടൈംസ് 5 റൂട്ട്, അതായത് 10 റൂട്ട് 5 ഡിവൈഡഡ് ബൈ 3. Yes, okay, option 3 is the correct answer. Thank you.